Last class we discussed about the types of research. So let's continue the types of research. First one, empirical research. What is empirical research? It is on the basis of experience rather than from theory or belief. എക്സ്പീരിയൻസിൻ്റെ ബേസിൽ വരുന്നത് അല്ലെങ്കിൽ ഓൺ ഒബ്സർവേഷൻ്റെ ബേസിൽ വരുന്ന ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ വരുന്ന ഒരു റിസർച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംപിറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവ്ഡ് ആൻഡ് മെഷേർഡ് ഫിനോമിനൻ and derived knowledge from actual experience rather than from theory or belief. അപ്പോൾ ബിലീഫിലോ അല്ലെങ്കിൽ തിയറീനെക്കാട്ടിയും കൂടുതൽ നമ്മൾ എവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഒബ്സർവേഷൻ ഓർ എക്സ്പീരിയൻസ്. നെക്സ്റ്റ് കൺസെപ്ച്വൽ റിസർച്ച് ആണ്. വാട്ട് ഈസ് കൺസെപ്ച്വൽ റിസർച്ച്? ദിസ് റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് ബൈ ദ ഫിലോസഫേഴ്സ് ആൻഡ് തിങ്കേഴ്സ് ടു ഡെവലപ്പ് ന്യൂ കോൺസെപ്റ്റ്. അപ്പോൾ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാണ്? ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു റിസർച്ചിനെയാണ് എന്ത് പറയുന്നത്? കൺസെപ്ച്വൽ റിസർച്ച്. അപ്പോൾ ഫിലോസഫേഴ്സും തിങ്കേഴ്സും എന്തിനു വേണ്ടിയിട്ടാണ്? ഡെവലപ്പ് ന്യൂ കോൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ തിയറി ഓർ കൺസെപ്ച്വൽ ഡാറ്റ. So, conceptual research focus on the concept or theory that explain or describe the phenomenon being studied. ഇപ്പോൾ കൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാം ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് തന്നെയാണ് കൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് കൺസെപ്ച്വൽ റിസർച്ചേഴ്സ് at his desk with a pen in hand and try to solve these problems by thinking about them. He does no experiment. ഇവിടെ experiment അല്ല, but may make use of observation by others since this is the mass of data that he is trying to make a sense of. അപ്പോൾ ഇതിൽ പറയുന്നത് ഇറ്റ് റിക്വയേഴ്സ് യൂസിങ് ദ ബ്രെയിൻ നോട്ട് ദ ഹാൻഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ബ്രെയിൻ ഉപയോഗിച്ച് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസെപ്ച്വൽ റിസർച്ചും എംപിറിക്കൽ റിസർച്ചും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എംപിറിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താ? എക്സ്പെരിമെൻറ്റിംഗ് ആണ്. അതായത് ഇവിടെ കണ്ടോ, എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് തിയറി ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംപിറിക്കൽ റിസർച്ച് എന്ന് പറയാം. എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ്റെ ബേസിൽ. പക്ഷെ കൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുന്നത് എന്താ? ഡെവലപ്പിംഗ് ന്യൂ കോൺസെപ്റ്റുകളാണ്. അതായത് പുതിയ പുതിയ കോൺസെപ്റ്റുകളിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിനാണ് കൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രിയേറ്റീവ് റിസർച്ചാണ്. സോ ക്രിയേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ഡെവലപ്പ് ന്യൂ തിയറീസ്, അതുപോലെ തന്നെ ന്യൂ പ്രൊസീജിയേഴ്സ് ആൻഡ് ന്യൂ ഇൻവെൻഷൻസ് ആണ്. പുതിയ പുതിയ ഇൻവെൻഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ തിയറീസ്, പുതിയ പുതിയ പ്രൊസീജിയേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിയേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, എക്സാമ്പിളായിട്ട് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുമായിട്ട് അപ്ലൈ ന്യൂ അൽഗരിതം. അപ്പോൾ അത് പുതിയൊരു അൽഗരിതം എന്തിനു വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് പുതിയൊരു അൽഗരിതം കണ്ടുപിടിക്കുകയാണ്, ക്രിയേറ്റ് ചെയ്യുകയാണ്. എക്കണോമിസ്റ്റുമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ന്യൂ മോഡൽ ഓഫ് ദി വേൾഡ് എക്കണോമിക് സിസ്റ്റത്തിലേക്ക് പുതിയൊരു മോഡൽ കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് എഞ്ചിനീയറുമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ന്യൂ റേഡിയോ. ഇതൊക്കെ ക്രിയേറ്റീവാണ്, ക്രിയേറ്റീവ് റിസർച്ചിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് ജനറേറ്റിംഗ് ഐഡിയാസ് ഓർ ക്രിയേറ്റ് തിയറീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ഇൻവെൻഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിയേറ്റീവ് റിസർച്ച്. അതായത് എന്തെങ്കിലും ഒരു ക്രിയേഷൻ, ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റിസർച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിയേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹിസ്റ്റോറിക്കൽ റിസർച്ച്. അതായത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന റിസർച്ചിനെയാണ് എന്ത് പറയുന്നത്? historical research എന്ന് പറയുന്നത്. Historical research is a procedure supplementary to observation in which the researcher seeks to
ടെസ്റ്റ് ദ ഓതൻറ്റിസിറ്റി ഓഫ് ദ റിപ്പോർട്ട്സ് ഓർ ഒബ്സർവേഷൻ മെയ്ഡ് ബൈ അതേഴ്സ് ആണ്. അതായത് കണ്ടുപിടിച്ചതിൽ നിന്ന് പണ്ട് ആരൊക്കെയോ ചെയ്തു വെച്ച ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, പുതിയൊരു റിസർച്ച് നടത്തുക. ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട്, ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡറി ഡാറ്റ ആയിരിക്കും എപ്പോഴും. It is the procedure in which a researcher collects and evaluates data to understand reports or observation made by others. അപ്പോൾ ഓൾറെഡി അതേഴ്സ് ചെയ്ത് വെച്ച കാര്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, വീണ്ടും ഡാറ്റ കളക്ട് ചെയ്യുകയാണ്. Then it is the hypothesis concerning cause, effect or trends that may help to explain present events and anticipate future events. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റ കൂടുതലായിട്ട് നമുക്കറിയാം ട്രെൻഡ് സ്റ്റഡീസിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അതായത് ട്രെൻഡ് വരുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പാസ്റ്റ് ഡാറ്റ വെച്ചിട്ടാണ് ട്രെൻഡ് നോക്കുക, ട്രെൻഡ് സ്റ്റഡി നടത്തുക. അപ്പോൾ പാസ്റ്റ് ഡാറ്റയിൽ എങ്ങനത്തെ ട്രെൻഡാണ്, അപ്വേർഡ് ട്രെൻഡിങ് ആണോ, ഡൗൺവേർഡ് ട്രെൻഡിങ് ആണോ. അപ്പോൾ പാസ്റ്റ് ഡാറ്റ ഈ ട്രെൻഡ് സ്റ്റഡീസ് ഒക്കെ നടത്തുന്ന സമയത്ത് കൂടുതലായിട്ട് ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അതൊക്കെ വരും. ദെൻ ദ പേർപ്പസ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ലേൺ ഫ്രം ദ പാസ്റ്റ് ഫെയിലിയേഴ്സ് ആൻഡ് സക്സസ്. അവിടെ ഫെയിലിയേഴ്സ് നടന്നു, സക്സസ് നടന്നു. ആൻഡ് അപ്ലൈ ദം ടു പ്രസൻറ്റ് ഡേ പ്രോബ്ലംസ്. എന്നിട്ട് നമ്മൾ പ്രസൻറ്റ് ഡേ പ്രോബ്ലംസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് മേക്ക് പ്രെഡിക്ഷൻസ് ആണ്. ദെൻ ടെസ്റ്റ് ഹൈപ്പോത്തസിസ് കൺസേണിങ് റിലേഷൻഷിപ്പ് ഓർ ട്രെൻഡ്സ്. ദെൻ അണ്ടർസ്റ്റാൻഡ് പ്രസൻറ്റ് എഡ്യൂക്കേഷൻ പ്രാക്ടീസസ് ആൻഡ് പോളിസീസ് മോർ ഫുള്ളി. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പോസിറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. എക്സ്പോസിറ്ററി റിസർച്ച് ഈസ് ബേസ്ഡ് പ്യുവർലി ഓൺ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് നോർമലി റിസൾട്ട് ഇൻ റിവ്യൂ ടൈപ്പ് റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻസ് വെച്ച് ചെയ്യുന്ന ആ ഒരു റിസർച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പോസിറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ പോസ്റ്റ് ഫാക്ടോ റിസർച്ച് ആണ്. പോസ്റ്റ് ആണ്, പ്രീ അല്ല, പോസ്റ്റ്. ആ ഒരു പേര് തന്നെ ഉണ്ട്, എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി നടത്തുന്നതിനെയാണ് നമ്മൾ എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ ഫാക്റ്റ് ആണ്, അതായത് എല്ലാം ഒക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദ ഫാക്റ്റ് ഹാസ് ആണ്, വിത്തൗട്ട് ഇൻഫറൻസ് ഫ്രം ദ റിസർച്ചർ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു റിസർച്ചിനെയാണ് എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ഇതിൽ സയൻറ്റിസ്റ്റിന് എന്തുണ്ടാവില്ല, ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ് ബിക്കോസ് ദേ മാനിഫെസ്റ്റേഷൻ ഹാവ് ഓൾറെഡി ഒക്യൂർഡ് ഓർ ബിക്കോസ് ദേ ആർ ഇൻഹറൻ്റ്ലി നോട്ട് മാനിപ്പുലേറ്റബിൾ. അപ്പോൾ നമുക്കിത് ഈ എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് നമുക്ക് എക്സ്പെരിമെൻ്റ് റിസർച്ചുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് പറയാം. അപ്പോൾ ഈ എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച്, ഈ മെയിനായിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെരിമെൻ്റൽ റിസർച്ചും എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ച ഒരു എക്സ്പെരിമെൻറ്റിനെ വീണ്ടും സ്റ്റഡി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസിനെ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഓൾറെഡി ചെയ്ത് വെച്ച് കഴിഞ്ഞതിനെ നമ്മൾ ഒന്നും കൂടി അനലൈസ് ചെയ്യുകയാണ് ഈ എക്സ്പോസ്റ്റ് ഫാക്ടോ അപ്രോച്ച് അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിനെ പറ്റിയുള്ള സ്റ്റഡി മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഓൾസോ നോൺ ആസ് കോസൽ കമ്പാരറ്റീവ് റിസർച്ച് ആണ്. അതിൻ്റെ കോസിനെ ഒന്ന് കമ്പയർ ചെയ്യുക മാത്രമേ ഉള്ളൂ. സ്റ്റഡി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബൈ ഒബ്സർവിങ് എഫക്റ്റ് ദാറ്റ് എക്സിസ്റ്റ് ആൻഡ് റീലുക്കിംഗ് അഗെയിൻ ദ ഡാറ്റ ടു അണ്ടർസ്റ്റാൻഡ് ദ കോസൽ ഫാക്ടർ. ഇപ്പോൾ റീലുക്കിംഗ് ആണ്, വീണ്ടും അതിനെ ഒന്ന് ലുക്ക് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ അവിടെ എക്സ്പെരിമെൻ്റ് നടത്തുക അല്ലെങ്കിൽ ആ ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല, പക്ഷേ ഓൾറെഡി ചെയ്ത് വെച്ച് ഒന്നിനെ റീലുക്ക് ചെയ്യാണ്. അപ്പോൾ ഡിഫർ ഫ്രം എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആണ് ഇൻ വിച്ച് ഡാറ്റ കളക്ഷൻ ഈസ് ഡൺ ഇൻ എ കൺട്രോൾഡ് സിറ്റുവേഷൻ. അപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നമുക്ക് ഡാറ്റനെ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ചിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് റിസർച്ചിൽ നമുക്ക് കൂടുതലായിട്ടും പറയുന്ന സമയത്ത് ഈ മെഡിക്കൽ ഫീൽഡിലേക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഡയഗ്നോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഡോക്ടർ അതിനെ ഡയഗ്നോസ് ചെയ്യുന്നു.
അതായത് ഡയഗ്നോസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഡിസ്കവറിങ് വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് ആ ഒരു പേഷ്യൻറ്റിന് സംഭവിക്കുന്നതെന്ന് ഡിസ്കവർ ചെയ്യാണ്. എന്നിട്ട് അതിനെന്ത് ചെയ്യാണ്, ഇൻഡിവിജ്വൽ ടെസ്റ്റ്, അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി എല്ലാം നമ്മൾ എന്തിനെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ വാട്ട് ക്യാൻ ബി ഡൺ, അതായത് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അതിനെയാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഇസ് സിമിലർ ടു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. ഇറ്റ് എയിം ടു ഐഡൻറ്റിഫൈ ദ കോസ് ഓഫ് എ പ്രോബ്ലം ആൻഡ് ഫൈൻഡ് എ പോസിബിൾ സൊല്യൂഷൻ ഫോർ സോൾവിങ് പ്രോബ്ലംസ് ആണ്. It is directed towards discovering what is happening and what can be done about it. In the past, diagnostic research has been focusing primarily on sensitivity and specificity of individual test. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഡയഗ്നോസ്റ്റിക് റിസർച്ചിൽ പറയുന്നത്. ദെൻ ഇവാലുവേഷൻ റിസർച്ച്. ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈസ് ഡൺ ടു അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഇംപ്ലിമെൻറ്റഡ് സോഷ്യൽ ഓർ എക്കണോമിക് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മളെപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുക, എന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജാണ് ഇവാലുവേഷൻ. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുന്ന റിസർച്ചാണ് ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അസസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഓഫ് ആൻ ആക്ടിവിറ്റി ആൻഡ് ഇറ്റ്സ് പെർഫോമൻസ് ആൻഡ് ടു സ്പെസിഫൈ ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ് ആൻഡ് കണ്ടീഷൻ റിക്വയർ ഫോർ ഇറ്റ് സക്സസ്. അപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട്. അപ്പോൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന റിസർച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. Appropriate for any study or planned or actual social intervention. Goal is to determine whether a social intervention has produced the intended result. Result are not always well received. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ച ആ ഒരു പ്രൊജക്റ്റിന് നമുക്ക് നമ്മളുടെ ആ ഒരു ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവാലുവേഷൻ റിസർച്ച് പറയുന്നത്. There are 3 types of evaluation. Simultaneous evaluation. Simultaneous evaluation എന്ന് പറയുന്നത് ഓൺഗോയിങ് പ്രോഗ്രാംസ് ആണ്. ഇവാലുവേറ്റ് ദ ക്വാളിറ്റി, അതായത് ആ ഒരു വർക്കിൻ്റെ കൂടെ തന്നെ ഒരു സോഷ്യൽ ഓഡിറ്റാണ്, അതുപോലെ തന്നെ കൂടെ തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് സൈമൾട്ടേനിയസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ദെൻ പീരിയോഡിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവാലുവേഷൻ ഈസ് ഡൺ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് വൺ ഫേസ് ഓർ ഓഫ് എ പ്രൊജക്റ്റ്. അപ്പോൾ ഓരോ ഭാഗങ്ങൾ കഴിയുമ്പോഴും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് പീരിയോഡിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ദെൻ ടെർമിനൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ എൻറ്റയർ പ്രോജക്റ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്, ടെർമിനൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് റിസർച്ചിൽ വരുന്ന മൊത്തം ടൈപ്സും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് റിസർച്ചിൽ വരുന്നത്.